ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു പറയുന്നുണ്ട് രാധികാമ്മടുത്ത് അവനെടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി, അവനെ ചീത്ത പെണ്ണാന്ന് പറഞ്ഞു എന്നൊക്കെ ഗോവിന്ദനോട് പറയുമ്പോൾ ഗോവിന്ദ് ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അമ്മ അങ്ങനെയൊന്നും പറയത്തില്ല, നീ കള്ളം പറയുവാണ് എന്നൊക്കെയാണ് ഗോവിന്ദ് പറയുന്നത്. അപ്പം അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, എന്തായാലും അവർ തന്നെയാണ് കള്ളം പറഞ്ഞത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തെളിവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലല്ലോ. അവർ പറഞ്ഞത് നിങ്ങൾ എന്താ വെച്ചാൽ വിശ്വസിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ നാളെ മുതൽ ഓഫീസിൽ വരുന്ന പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, നീ എന്തിനാ ഓഫീസിലുള്ളത്, നിനക്ക് ഇനി ഓഫീസിലുള്ള ഒരു കാര്യമില്ല, വൈസ് ചെയർമാനുള്ള കസേര നിൻ്റെ ഒന്ന് ഒഴിഞ്ഞു പോയിട്ട് പറയുമ്പോൾ ഓഹോ അത് നന്നായി, നിങ്ങളുടെ അമ്മ പറഞ്ഞ ഉപദേശമായിരിക്കുമല്ലോ, നിങ്ങളുടെ അമ്മ കാരണമായിരിക്കുമല്ലോ നിങ്ങൾ ആ ഒരു കസേര എൻ്റെ അടുത്ത് തിരിച്ചെടുത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. ഗോവിന്ദ് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലെന്ന് പറയുകയാണ്. നിനക്ക് വല്ല എയ്സ് കോച്ചിങ് പഠിക്കണമെങ്കിൽ നീ പഠിച്ചോ, നിനക്ക് റിയാലിറ്റി ഷോന്ന് കിട്ടിയ 1 കോടി രൂപയുണ്ടല്ലോ, അത് ഡെപ്പോസിറ്റ് ചെയ്താൽ നിനക്ക് നിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്, നിനക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്ത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും നിനക്കത് പഠിക്കാമെന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ഗീത് പറയുന്നുണ്ട്, എനിക്ക് ആ പൈസയുടെ ഇനി ആവശ്യമില്ല, ഞാൻ ഡെലിവറിക്ക് പോയിട്ട് IAS കോച്ചിങ് എടുത്തോന്ന് ഗീത് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആഹാ ഇനി ആ നാണക്കെട് കൂടി എൻ്റെ തലയിൽ കെട്ടിവെക്ക്. ഏജിങ് ഗ്രൂപ്പ് ഉടമ ഗോവിന്ദിൻ്റെ ഭാര്യ ഡെലിവറിക്ക് പോയിട്ട് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ വേണ്ടിയായിരിക്കും, ആ നാണക്കേടിനെ വേണ്ടിയിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് ഗീതിനോട് ചോദിക്കുകയാണ് ഗോവിന്ദ്. ആ സമയത്ത് ഗീത് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുത്തോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗീത അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയ വരുന്നുണ്ട്. പ്രിയ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗീത ചേച്ചി, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഞാൻ IAS കോച്ചിങ്ങിനെ കുറച്ച് കാര്യങ്ങൾ മൊബൈലിൽ നോക്കുമായിരുന്നു മോളെ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് പ്രിയ പറയുന്നുണ്ട്, രേഖ വരുന്നുണ്ട്. രേഖ പറയുന്നുണ്ട്, ഗീതു എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമ്പനിയിൽ, അജാസ് സുവർണയൊക്കെ വന്നിട്ടുണ്ട്, ഗീതുവിൻ്റെ അടുത്ത് നിലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന് പറയുവാണ്. ആ സമയത്ത് പ്രിയ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് വേറൊന്നല്ല, ആ ഗവൺമെന്റ് പ്രൊജക്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, അയ്യോ അതിന് കാരണം ഞാനല്ലേ, ഞാൻ അവിടെ എന്താ വെച്ചാൽ വന്ന് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, വേണ്ട മോളെ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാൻ എന്താ വെച്ചാൽ നോക്കിയിട്ട് മോളോട് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു നിലത്തേക്ക് പോവാണ്. അതിനുശേഷം നമ്മുടെ ഗീതുവിന് ഗോവിന്ദ് നിൽക്കുന്ന സമയത്ത് അയ്യപ്പേട്ട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പുറത്ത്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അയ്യപ്പേട്ടനോട്, ഭയങ്കര ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അയ്യപ്പേട്ട പറഞ്ഞു, ഞാൻ അറിഞ്ഞു, ഞാൻ റൂമിലേക്ക് വന്നിരുന്നു, കുഞ്ഞ് നല്ല ഉറക്കമായിട്ട് ശല്യപ്പെടുത്തണ്ടെന്ന് ചോദിച്ചു, ഗീതു എന്തൊക്കെയോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയണ്ട, അവൾക്ക് ഇപ്പോഴും അമ്മയുടെ ഭയങ്കര പകയാണ് അയ്യപ്പേട്ട, അമ്മ എന്തോ ക്രൂരത ചെയ്യുന്നു, അമ്മയെ വീട് കുടുംബം കുളന്തോണ്ടാൻ തോന്നുന്നൊക്കെ അവൾ പറയണമെന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, പിന്നെ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂടെ, രാധികാമ്മ എത്ര നല്ല സ്ത്രീയാണെന്നോ, രാധികാമ്മ എത്രമാത്രം നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, അവളുടെ അടുത്ത് അതൊന്നും വില പോവില്ല, അത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു, പിന്നെ അവളൊരു സാധാരണ പെണ്ണ, അവൾക്ക് ഒരിക്കലും എൻ്റെ മനസ്സിലൊരു സ്ഥാനമില്ല, ഈ വീട്ടിലെ മരുമകളും അല്ല ആരുമല്ല അവള്, ഇവിടെ നിൽക്കുന്ന ഒരു പെണ്ണ്, അത്ര മാത്രമേ ഉള്ളൂ, അത്ര മാത്രമായിട്ട് നിങ്ങളും അവളെ കണ്ടാൽ മതിയെന്ന് അയ്യപ്പേട്ടനോട് നമ്മുടെ ഗോവിന്ദ് പറയുവാണ്. അത് കേൾക്കുമ്പോൾ അയ്യപ്പേട്ടന് വളരെ വിഷമം തോന്നും കേട്ടോ. അങ്ങനെ ഗീതു നിലത്തിറങ്ങി വരുമ്പോഴേക്കും ഗോവിന്ദ് അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്, സുവർണ അജാസ് എല്ലാവരും ഉണ്ട്. ആ സമയത്ത് ഗീതുവിൻ്റെ പിടിപ്പുകേട് കൊണ്ടിട്ടാണ് കമ്പനിയിൽ ഈ ഒരു 35 കോടിയുടെ ഗവൺമെൻറ് പ്രൊജക്റ്റ് നഷ്ടമായെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും 1,35 കോടി പ്രൊജക്റ്റ് നഷ്ടമായെന്ന് രാധികാമ്മ പറയുമ്പോഴേക്കും ഗീതു അത് ആ പ്രൊജക്റ്റ് പ്രിയ കൺസ്ട്രക്ഷൻസിന് 1,04,00,000 രൂപ കൊടുത്തോണ്ടാണ് കമ്പനിക്ക് 34 ലക്ഷം രൂപ നഷ്ടം വന്നതെന്നൊക്കെ പറയുകയാണ്. ഈ നഷ്ടത്തിന് കാരണം ഗീതു ആണെന്നൊക്കെ പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഒരിക്കലും അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, അവരിപ്പം ഞാൻ 1 കോടി രൂപ കുറച്ചിട്ട് പ്രിയ കൺസ്ട്രക്ഷൻസിന് അത് കൊടുത്ത് പറയുമ്പോൾ രാധികാൻ പറയേണ്ട, അങ്ങനെ ഒരു കമ്പനിയും ഇടയിൽ വന്നിട്ടില്ല, ആകെ 2 ടെൻഡർ മാത്രമേ വന്നിട്ടുള്ളൂ, ഗോവിന്ദിൻ്റെ അതുപോലെ തന്നെ പ്രിയയുടെ, നമുക്കതുകൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് ഗീതു ചേച്ചിനോട് പറഞ്ഞത്, ഞാൻ വിനോദ് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഗീതു അപ്പം തന്നെ മെസ്സേജും ഡീറ്റെയിൽസും ഇതിനുള്ളിൽ കളിച്ച ആൾക്കാരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ തന്നെ, ടെൻഡറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഫുൾ ഫയൽ നമ്മുടെ ഗോവിന്ദിൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കണം. ഗോവിന്ദ് അപ്പം തന്നെ പറയുന്നുണ്ട്, ഗീതു എനിക്കിപ്പോൾ ഒരു ഫയൽ അയച്ചിട്ടുണ്ട്, ഈ ഫയൽ ഫുള്ളും പഠിച്ചിട്ട് ഞാൻ നോക്കട്ടെ, അതിനുശേഷം നമുക്ക് ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോഴേക്കും വരും പൊട്ടിത്തെറിക്കുക കേട്ടോ. അപ്പം തന്നെ വരുന്ന മനസ്സിലേക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് രാധികാമ്മ കണ്ണുവെച്ചിട്ട് അങ്ങനെ കാണിക്കും കേട്ടോ. അപ്പം തന്നെ വരും പറയുന്നുണ്ട്, ചേട്ടനപ്പം ഞങ്ങളെക്കാളും വിശ്വാസം ചേട്ടൻ്റെ ഭാര്യനാണ് ഇപ്പോഴും എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നത് വിശ്വാസത്തിൻ്റെ കാര്യമല്ല, ഈ ഫയൽ എന്തായാലും ഞാൻ പഠിച്ചിട്ട് മാത്രമേ ഇനി അടുത്തൊരു തീരുമാനം എടുക്കുന്നുള്ളൂ പറയുമ്പോൾ ഗീതു ഒരു വിജയിച്ച പോലെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കാൻ പോകുന്നൊരു ഭാഗമാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.